ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ ബ്ലാങ്ക് വൈറ്റ് കളറിലുള്ള A4 ഷീറ്റ് എടുക്കണം. നെക്സ്റ്റ് നമ്മൾ ടാപ്പ് എടുക്കണം കേട്ടോ. അങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ടാപ്പ് എടുക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു പെൻസിൽ എടുക്കാൻ കേട്ടോ. പെൻസിലും പിന്നെ സ്കെച്ച് പെൻസിൽ എടുത്താൽ മതി. വേറെ ഒന്നും അത്രയ്ക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒന്ന് ഡ്രോ ചെയ്യണം കേട്ടോ. ഡ്രോ ചെയ്യാൻ നമുക്ക് ലവ് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം. അപ്പം കണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വരച്ചാൽ മതി. അപ്പം ഞാൻ വരക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും ചെയ്താൽ മതി. അപ്പം നമ്മൾ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എഴുതിയിട്ട് നമ്മൾ അതിന് വേറെ ഒരു നല്ല ഡിസൈനൊക്കെ കൊടുക്കണം പോലെ ആക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മുടെ കളേഴ്സ് എടുക്കണം. കളേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കെച്ചസാണ് എടുക്കുന്നത്. സ്കെച്ച് എടുത്താൽ കുറച്ചുകൂടിയും നന്നായിട്ട് ഇതാവും കേട്ടോ. അപ്പം സ്കെച്ച് ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ട് കേട്ടോ. അപ്പം നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ട്രേസ് ചെയ്യണം. ഇങ്ങനെ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്ത് ഇങ്ങനെ ആക്കണം കേട്ടോ. നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതിലാക്കണം. പിന്നെ നെക്സ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ സിസേഴ്സ് എടുക്കണം. ഇപ്പം ഞാൻ ഈ സിസേഴ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ റൂമിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി സിസേഴ്സ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യണം കേട്ടോ. അപ്പം കട്ട് ചെയ്യണം. ഞാൻ ചൂടാക്കിയത് എനിക്ക് വെള്ളം അപ്പം നമ്മൾ ഇതങ്ങനെ ഒരിതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് എടുക്കണം കേട്ടോ ഗൈസ്. ടാപ്പ് എടുത്തിട്ട് ടാപ്പൊക്കെ ഒരിതിൽ കട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇതിലുള്ള ഒരു ടാപ്പില്ലേ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പം കാണിച്ചു തരാം. ഇങ്ങനെ വെക്കണം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്യണം കേട്ടോ. നല്ല ഇതിൽ സെയിം ഷേപ്പിലാക്കി അപ്പം നമ്മുടെ ഒരു സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് പാക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് ഇതാക്കട്ടെ ഗായ്സ്. അപ്പം 3, 2, 1. അപ്പം ഗായ്സ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനത് ഉണ്ടാക്കി തരാം. ഓക്കെ, ബൈ ഗായ്സ്.